നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് നീതി ലഭിക്കാതെ പലപ്പോഴും നാം ഒറ്റപ്പെടുന്ന, വേദനിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ലോകത്തിൽ പല നീതിപീഠങ്ങളും നമുക്ക് നീതി നിഷേധിക്കുമ്പോൾ, നമുക്ക് നീതി ലഭിക്കാതെ പോകുമ്പോൾ, വേണ്ടവണ്ണം നീതി ലഭിക്കാതെ പോകുമ്പോൾ, നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്, നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നീതി ലഭിക്കാതെ പോകുമ്പോൾ പലപ്പോഴും നാം വേദനിക്കാറുണ്ട്, നഷ്ടങ്ങളും കഷ്ടങ്ങളും നാം അനുഭവിക്കുവാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവനീതിയുള്ള ന്യായാധിപതിയായി നമുക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയും എന്ന് പറയുന്നത് അതേറെ വലുതാണ്. മനുഷ്യൻ്റെ സഹായങ്ങളേക്കാൾ, മനുഷ്യൻ്റെ പ്രവൃത്തികളേക്കാൾ എത്രയോ മേൽത്തരമാണ് ദൈവം നീതിയായി ചിലത് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നീതിയായത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും പറയുവാൻ കഴിയും, ദൈവം യഥാർത്ഥമായി നീതിയുള്ള ഒരു ന്യായാധിപതിയാണ്, നല്ലൊരു ജഡ്ജിയായി. ലോകത്തിൽ അനേക ജഡ്ജിമാരുണ്ട്, എന്നാൽ നീതിയുള്ള 100% 100% നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 7-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ തൻ്റെ ഭക്തൻ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അപ്പോൾ നീതി പ്രവർത്തിക്കുന്ന, നീതിയായി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എത്രയോ ആശ്വാസമാണ്. പല മേഖലകളിലും നമ്മെ മാറ്റി നിർത്തുന്ന, നമ്മളെ ഒഴിവാക്കുന്ന, നമ്മെ തള്ളിക്കളയുന്ന, നമ്മുടെ പ്രവൃത്തികളെ വളരെ പുച്ഛമായി താഴ്ത്തിക്കെട്ടുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, വേദനിപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കാറുണ്ട്. എന്നാൽ ദൈവനീതിയായത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എത്ര ആശ്വാസമാണ്. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, അവൻ്റെ നീതിക്ക് തക്കവണ്ണം, ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം, ദൈവമേ അങ്ങയുടെ നീതിക്ക് തക്കവണ്ണം ഞാൻ സ്തുതിക്കും. അപ്പോൾ ദൈവം ചെയ്യുന്ന നീതിയായി, ന്യായമായി ദൈവം പ്രവർത്തിക്കുന്ന ദൈവിക വിടുതലുകൾക്ക് തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ ദിവസങ്ങളിൽ ദൈവം തരുന്ന വിടുതലുകൾ, ദൈവം തരുന്ന നീതിയായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നാം അതിന് തക്കവണ്ണം നന്ദിയുള്ളവരായിരിക്കാറുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ സ്തോത്രം പാടും. ദൈവം തരുന്ന നീതിയായി ചെയ്യുന്നതും ദൈവം നമുക്ക് തരുന്ന എല്ലാ വിടുതലുകൾക്കും ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയുന്നത് ആമേൻ എത്രയോ അനുഗ്രഹമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വിഷയം അതുതന്നെയാണ്. ആമേൻ ദൈവത്തോട് എത്രത്തോളം നന്ദിയുള്ളവരായി, നന്ദി പറയുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, മിനിറ്റുകളും, സെക്കൻഡുകളും
ദൈവം നമുക്ക് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കും നന്ദിയുള്ളവരായി, ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.